ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അനുസരണവും അച്ചടക്കവുമില്ലാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നതെന്ന് മുൻ തലമുറക്കാർ ഭയപ്പെടുന്നു. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുവാൻ മടിക്കുന്നു. വിദ്യാർത്ഥികൾ അധ്യാപകരെ കൂട്ടാക്കുന്നില്ല. എന്താണ് ഇതിനൊരു പോംവഴി? മോശയുടെ ജീവിതം നമുക്ക് മറുപടി തരുന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനത്തിനിടയിൽ പട്ടാളവും പോലീസുമില്ലായിരുന്നു. എങ്കിലും ജനം മോശയെ അനുസരിച്ചു. സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് ജനങ്ങളുടെ സഹകരണം ചോദിച്ചപ്പോൾ മടി കൂടാതെ സംഭാവനകൾ ലഭിച്ചു. എന്തായിരുന്നു മോശയുടെ ശക്തിയുടെ രഹസ്യം? ദൈവം മോശയോട് പറഞ്ഞ കാര്യങ്ങളാണ് മോശ ജനത്തോട് പറഞ്ഞത്. ദൈവശബ്ദം കേട്ട മോശ പറഞ്ഞ കാര്യങ്ങൾ ജനമനുസരിച്ചു. ദൈവശബ്ദം കേൾക്കുന്നവരെ അനുസരിക്കുവാൻ ജനം മടിക്കില്ല. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നില്ല മോശ സംസാരിച്ചത്. പൊതുജനത്തിൻ്റെ ആവശ്യത്തിനായി സമാഗമന കൂടാരം പണിതു. അപ്പോൾ ജനം അനുസരണത്തോടെ ചേർന്നു നിന്നു. സ്വന്തം കാര്യസാധ്യമെന്ന ഉദ്ദേശമോ ലക്ഷ്യമോ കൂടാതെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ദൈവശബ്ദം കേട്ട് അതിനനുസരിച്ച് സംസാരിക്കുകയും ചെയ്യുന്നവരെ അനുസരിക്കുവാൻ എല്ലാവരും തയ്യാറാകും. നാം പറയുന്ന കാര്യങ്ങൾ ദൈവ സ്വഭാവത്തിന് ചേരുന്നതും മറ്റുള്ളവരെ കരുതിക്കൊണ്ടുള്ളതുമാണെങ്കിൽ അംഗീകരിക്കുവാൻ ആരും മടിക്കില്ല. ആരോട് സംസാരിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുവോ അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം നാം നിൽക്കേണ്ടത്. ദൈവശബ്ദം കേൾക്കുന്നവരുടെ ശബ്ദത്തിന് ദിവ്യമായ ശക്തിയുണ്ടാകും. മറ്റുള്ളവരുടെ നന്മയെ കരുതിയാണെങ്കിൽ ആർക്കും അതിനെ എതിർക്കുവാൻ കഴിയില്ല. ദൈവശബ്ദം കേൾക്കുന്നവരെ അനുസരിക്കുവാൻ ജനം മടിക്കില്ല. ആവർത്തന പുസ്തകം 28:1. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.